നമസ്കാരം, രഞ്ജിത്താണ് സനി മീഡിയയിൽ നിന്ന്. ഇന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് നിങ്ങളുടെ മുന്നിലെത്തിയത്. പലപ്പോഴും തകിടുകള്, ഏലസുകള് നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്തും, അല്ലെങ്കിൽ ഏലസുകളെ യന്ത്രങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. ഈ യന്ത്രങ്ങളെ, ഏലസുകളൊക്കെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്തും ഒക്കെ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ യന്ത്രങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ, പൂജിച്ച യന്ത്രങ്ങള്. അത് ചെമ്പ് തകിടില് ഫ്രെയിം ചെയ്തൊക്കെ ഉണ്ട്. വെള്ളി വളരെ അപൂർവമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ചെറിയ പേഴ്സ് വെക്കാവുന്ന പ്ലാസ്റ്റിക് ചെറിയ ശ്രീയന്ത്രങ്ങളൊക്കെ ചെയ്തിട്ട് അത് പ്ലാസ്റ്റിക്കിൽ കവർ ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ എഫക്റ്റ് ആണോ? അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട്. മഹാക്ഷേത്രങ്ങളിൽ, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, മഹാക്ഷേത്രങ്ങൾ പോലും അങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ. അതൊക്കെ തെറ്റാണോ? യന്ത്രവിധി യഥാർത്ഥമായി പഠിച്ച ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ യന്ത്രം കൊടുക്കാൻ സാധിക്കത്തില്ല. ഒന്ന്, യന്ത്രം ഡിസ്പ്ലേ ചെയ്ത് മറ്റുള്ളവർ കാണിച്ചു വെക്കാൻ പാടില്ല എന്നൊക്കെ ഒരു നിയമമുണ്ട്. മറ്റുള്ളവർ പെരുമാറാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. മറ്റുള്ളവർ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. യന്ത്രം വിധിയാമണ്ണം എഴുതി, അക്ഷരം തെറ്റാതെ, കേടുവരാതെ കൃത്യമായി എഴുതുന്ന മന്ത്രത്തകിട്, അത് കൃത്യമായി പൂജാവിധാനങ്ങൾ കൊടുത്ത്, കൃത്യമായി അതിന് ജീവനും പ്രാണനും കൊടുത്ത്, ഈ കുറ്റുമണ്ണ് കൊണ്ടും നാൽപ്പാമരപ്പൊടി കൊണ്ടും ശുദ്ധജലം കൊണ്ടുമൊക്കെ കഴുകി കൃത്യമായ ഉപാധികളോടൊക്കെ ചെയ്ത് ജീവനും പ്രാണനും ഒക്കെ കൊടുത്ത് നമ്മുടെ വലത് കൈവെള്ളയിൽ ഇങ്ങനെ മടക്കി പിടിച്ചാൽ ആ യന്ത്രത്തിന് ജീവനുണ്ടെന്ന് നമുക്ക് മിടിക്കുന്നതായിട്ട് അറിയാൻ സാധിക്കും. അപ്പം അങ്ങനെ കൃത്യമായി തയ്യാറായി കൊടുക്കുന്ന യന്ത്രത്തിന് മാത്രമേ ഫലം ഉണ്ടാവുകയുള്ളൂ. ഈ പ്ലാസ്റ്റിക്കിലോ അല്ലെങ്കിൽ ഈ ഗ്ലാസ്സൊക്കെ ഇട്ട് പൊതിഞ്ഞ അങ്ങനെയുള്ള ചെമ്പ് തകിടുകളൊക്കെ വെക്കുന്ന യന്ത്രങ്ങൾക്ക് അതിന് കാലാവധി എങ്ങനെ അവർ നിശ്ചയിക്കും? ഇപ്പൊ ദേവി അല്ലെ ദേവൻ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി അതിനുണ്ടാവും. സ്വാഭാവികമായിട്ട് ആ ദേവതയുടെ എനർജി അതിനകത്ത് ചെറിയ എനർജി ലെവൽ ഉണ്ടാവും എന്നല്ലാതെ എങ്ങനെ അവർ ഇതിനെ കാലാവധി നിശ്ചയിക്കാൻ സാധിക്കും? ഒരിക്കലും അങ്ങനെ നിശ്ചയിക്കാൻ സാധിക്കത്തില്ല. യന്ത്രത്തിന് ആയുസ്സുണ്ട്. ഇന്നും ഞാൻ പലരുടെയും കണ്ടിട്ടുണ്ട്, ഒരു വീട്ടിലൊക്കെ സുദർശനമൊക്കെ വാങ്ങി വെച്ചാൽ വർഷങ്ങളോളം പൊടി പിടിച്ചൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നീട് പൂജിക്കുന്നതായിട്ട് കണ്ടില്ല. ചിലപ്പോൾ അവർ അറിവുകേടായിരിക്കാം, അല്ലെങ്കിൽ കൊടുത്ത ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടാവില്ല. പലരുടെയും ശരീരത്തിൽ ദേഹരക്ഷയായിട്ട് സ്വർണത്തിലാണ് കൂടുതലും കാണുക, വെള്ളിയിലും ഒക്കെ ധരിച്ചിരിക്കുന്ന ദേഹരക്ഷ പലപ്പോഴും വർഷങ്ങളോളം 5, 6, 10 വർഷമായിട്ട് കിടക്കുന്നതായിട്ട്, അത് പൂജിക്കാറേ ഇല്ല എന്ന് പറയും. ശരിക്കും ഒരു യന്ത്രം കൃത്യമായിട്ട് ചെയ്ത് ദേഹത്ത് ധരിക്കുകയോ അല്ലെങ്കിൽ സ്ഥാപിക്കുകയോ വാഹനത്തിലോ മണ്ണിലോ ഇവിടെയൊക്കെ വെക്കുകയാണെങ്കിൽ, അതിനകത്ത് സ്ഥാപനത്തിൽ വെക്കുന്ന മണ്ണിൽ കുഴിച്ചിടുന്നതിന് പറയുന്നില്ലെങ്കിലും നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്ന യന്ത്രങ്ങൾക്ക് പ്രത്യേകിച്ച് അത് നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങൾ കൊണ്ടാവാമല്ലോ. നെഗറ്റീവുമായിട്ട് സമ്പർക്കം വന്നാൽ, കുലവാലായ്മകളൊക്കെ വന്നാലൊക്കെ അത് നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 6 മാസം കൂടുമ്പോൾ അതാത് ചെയ്ത ആളിൻ്റെ കൊടുത്ത് പൂജിക്കണം. പിന്നെ യന്ത്രങ്ങൾ ക്ഷേത്രത്തിൽ പൂജിക്കാൻ വിധിയില്ല, അത് വേറൊരു കഥയാണ്. അത് പിന്നീട് നമുക്ക് സംസാരിക്കാം. അങ്ങനെ പൂജിച്ചാൽ മാത്രമേ അത് എനർജി, മൊബൈൽ റീചാർജ് ചെയ്യുന്ന പോലെ 6 മാസം കൂടുമ്പോഴെങ്കിലും ഇത് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനമില്ല, ആ യന്ത്രത്തെ പവർ ഉണ്ടാകത്തില്ല. എന്നാൽ ഇന്ന് പല ക്ഷേത്രങ്ങളിൽ നിന്നും കിട്ടിയ ചരട് കയ്യിലൊക്കെ കെട്ടിയിട്ട് 1 വർഷം, 2 വർഷം, 3 വർഷമൊക്കെ കൈ കെട്ടിയിരിക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്. കൈ അത് വെച്ചിട്ട് ചൊറിഞ്ഞ് പൊട്ടിയാൽ പോലെ ചരട് മാറ്റില്ല. ചരട് ഭഗവാന്റെ ആണ്, അല്ലെ അത് അനുഗ്രഹമാണെന്ന് പറഞ്ഞ് വെക്കുന്നവരുണ്ട്. ഒരു ചരട് ജപിച്ച് കെട്ടി 21 ദിവസമാണ് കാലാവധി. ഓരോന്നിനും കാലാവധിയുണ്ട്. ഇപ്പോൾ പനയോലയ്ക്ക് ഒരു കാലാവധിയുണ്ട്. 1 മാസമാണ് പനയോല എഴുതിയിട്ട് കഴിഞ്ഞാൽ കാലാവധി. ഈയത്തകിടിന് 3 മാസമാണ് കാലാവധി. ചെമ്പിന്റെ തകിടിന്, അകത്ത് കിടക്കുന്ന തകിടിനാണ് കാലാവധി, പുറത്തിരിക്കുന്ന ആഭരണം കൂടിനല്ല. ചെമ്പിന്റെ തകിടിന് 6 മാസമാണ്, സ്വർണത്തിന് 12ആണ്, വെള്ളിക്ക് 5 വർഷമാണ്, തങ്കത്തിന് കൽപ്പാന്ത കാലമാണ്. അതുകൊണ്ടാണ് മറ്റേ പാട്ടൊക്കെ ഉണ്ടായത്, കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിന്നു. കൽപ്പാന്ത കാലം എന്ന് പറഞ്ഞാൽ 120 വർഷമാണ്. ഒരു മനുഷ്യായുസ് വരെ ആയുസുണ്ട് യന്ത്രത്തിന് തങ്കത്തകിടിൽ എഴുതിയാൽ. അപ്പൊ അങ്ങനെ ആയുസ് നിശ്ചയിക്കുന്ന ഒരു തകിടിന്, ഉള്ളിൽ എഴുതിയേക്കുന്നത് എന്താണെന്ന് പോലും അറിയാത്ത ഒരു തകിടില്, വെള്ളിയാണോ ചെമ്പാണോ എന്നൊക്കെ എഴുതിയ ഒരു തകിടില് നിങ്ങൾ ആയുഷ്കാലം ഇടാൻ പാടില്ല. നിങ്ങളത് ചെയ്യുമ്പോൾ ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിക്കാനേ പാടില്ല. ഇല്ലെങ്കിൽ ആരാണോ നിങ്ങൾക്ക് ചെയ്തു തന്നെ അവരുടെ കൊടുത്തത് പൂജിച്ചെടുക്കുക. യന്ത്രങ്ങൾ അതിൻ്റെ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ അത് യന്ത്രം എന്ന്, മെഷീൻ എന്ന് വിളിക്കുക. ഒരു മെഷീൻ എന്താണ്? യന്ത്രം അത് പ്രവർത്തിക്കണം, ഊർജ്ജം ഉണ്ടാവണം. ഊർജ്ജത്തിൽ ബേസ്ഡ് ആണ് ഇതെല്ലാം. അപ്പോൾ അത് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ യന്ത്രം എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. മന്ത്രം പൂർണ്ണമായിട്ടും എഴുതി സിദ്ധിയാക്കി, മന്ത്രം അതിൽ നിറച്ച് പ്രാണപ്രതിഷ്ഠ ചെയ്ത് ജീവൻ കൊടുത്ത്, പ്രാണൻ കൊടുത്ത്, ശക്തി നേത്രം ശ്രോതമൊക്കെ കൊടുത്ത് യന്ത്രം
പൂർണ്ണമായിട്ടും വിദ്യാമണ്ണം തയ്യാറാക്കി അതിൻ്റെ യന്ത്രവിധികളൊക്കെ ചെയ്ത് പൂർണ്ണമായിട്ടും അതിനെ പൂജിച്ച് ശക്തിപ്പെടുത്തിയാണ് നമുക്ക് തരേണ്ടത്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ച് പേര് പറഞ്ഞു, സാറേ ഒരുപാട് ആൾക്കാർ യന്ത്രത്തിന് വേണ്ടി വരും, ഒരുപാട് ആൾക്കാർ നമ്മളെ തേടി വരാറുണ്ട്, ചിലപ്പോൾ 1, 2, 3 ഒക്കെ ദിവസം ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 41 ദിവസത്തെ കണക്കൊന്നും ശരിയാകില്ല, ഞങ്ങളൊക്കെ 5 ദിവസം കൊണ്ടൊക്കെ യന്ത്രം കൊടുക്കും. അപ്പം ഞാൻ ചോദിച്ചു, ഈ 5 ദിവസം കൊണ്ട് നിങ്ങൾ യന്ത്രം എഴുതി ആ യന്ത്രത്തോട് കേടുപാട് വന്നു, നിങ്ങൾ എങ്ങനെ കൊടുക്കും? പൂജിച്ചൊക്കെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ ചുമ്മാതെ ഇങ്ങനെ കാണിച്ചു വെച്ച്, പണ്ട് പ്രഗത്ഭനായ ഒരു യന്ത്രവിദഗ്ധൻ പണ്ടൊരു യന്ത്രം തന്നപ്പോൾ താഴെ അയാളുടെ ഡ്രോയിൽ നിന്ന് ഒരു യന്ത്രം എടുത്തു തന്നു, ത്രിപുരസുന്ദരിയാണെന്ന് പറഞ്ഞു, 3000 രൂപ എന്ന് പറഞ്ഞു. അത് ഒരു ചെത്തിപ്പൂവൊക്കെ കുറച്ചെടുത്ത് എന്തൊക്കെ ഇട്ടെന്ന് കാണിച്ചിട്ട് തന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വന്ന ഒരാൾ പറഞ്ഞു, ഒരാൾ യന്ത്രത്തിന് ചെന്നു, ഒരു സ്ത്രീ, അയാളടുത്ത് ചെന്നപ്പോൾ ഒരു ജ്യോതിഷനാണ്, അയാളൊരു ചെമ്പിൻ്റെ തകിടെടുത്തു, പെട്ടെന്ന് തന്നെ യന്ത്രം വരച്ചു, പെട്ടെന്ന് തന്നെ ആ തകിടിലേക്ക് കുറച്ച് പുഷ്പങ്ങളിട്ട് ചുരുട്ടി ഒരു ഏലസ് നിറച്ചിട്ട് പറഞ്ഞ് കൊണ്ടുപോയി ഇട്ടു, ഫലം ഉണ്ടാവുമെന്ന് പറഞ്ഞ് എത്രയോ രൂപ വാങ്ങിയതിന് ശേഷം 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും അയാളെ കാണാൻ ചെന്നപ്പോൾ ഈ സ്ത്രീ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആൾ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ യന്ത്രം അല്ലെങ്കിൽ തകിട് തന്ന അത്ര ഇഫക്റ്റ് ആയില്ല, അദ്ദേഹം പറഞ്ഞത് സംഭവിച്ചില്ല, അദ്ദേഹത്തെ ഇത് കാണാൻ വന്നതാണ്. അപ്പോൾ അവിടെ അദ്ദേഹം പറയുകയുണ്ടായെന്ന് പോലും, നമുക്കൊരു യന്ത്രം കൂടെ നമുക്ക് ധരിക്കാം, ഞാനിത് മാറ്റിത്തരാം, യന്ത്രം ഒന്ന് മാറ്റിത്തരാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ യന്ത്രം സ്യൂട്ട് ആവത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫലമാകണമെന്നില്ല, അപ്പം അതുകൊണ്ട് ഒരു യന്ത്രം കൂടെ നമുക്ക് തരാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ പറ്റിക്കുന്നു, മനുഷ്യനെ ഇങ്ങനെ പറ്റിക്കുന്നു. ഒരിക്കലും ഇത് ബിസിനസ്സായി നിങ്ങൾ ചെയ്യാതിരിക്കുക. യന്ത്രങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് യന്ത്രം തയ്യാറായി കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് എഴുതി പൂജയ്ക്ക് വെക്കുന്നതിന് മുമ്പ് അടുത്ത യന്ത്രം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു തകിട് എഴുതാൻ ആൾ വരും. കൃത്യമായിട്ട് അതിൻ്റെ ഉപാധികളോട് യന്ത്രവിധികളോട് ചെയ്യുകയാണെങ്കിൽ, പുസ്തകത്തിലെ യന്ത്രവിധികൾ നോക്കി ദയവായിട്ട് ചെയ്യാതിരിക്കുക. അറിയാവുന്ന ആചാര്യന്മാരുടെ അടുത്ത്, ഗുരുക്കന്മാരുടെ അടുത്ത് കൃത്യമായിട്ട് പോയി പഠിച്ച് യന്ത്രം പഠിച്ച് കൃത്യമായി തകിടിലെഴുതി നിങ്ങളുടെ കൈപ്പട കൊണ്ട് എഴുതി. പല സ്ഥലത്തും പ്രിന്റഡ് യന്ത്രങ്ങളിലൊക്കെ എഴുതുന്ന കണ്ടിട്ടുണ്ട്. പല സ്ഥലത്തും ഞാൻ ഇരുന്ന് കണ്ടിട്ടുള്ള സ്ത്രീകൾ ഇരുന്ന് തുടർച്ചയായിട്ട് എഴുതുകയാണ്. അപ്പോൾ അവർക്ക് 1 മാസത്തെ ജോലിയാണ്. ഈ 1 മാസത്തിനിടയ്ക്ക് സ്ത്രീകൾക്ക് ഈ ആർത്തവം ഉണ്ടാവും, അശുദ്ധി ഉണ്ടാവും. ആ സമയത്ത് ഇവർ മാറാറില്ല, അവർ പറയാറില്ല എന്നാണ് കടക്കാരൻ പറയുന്നത്. കാരണം അവർക്ക് ശമ്പളം കിട്ടണേ ഡെയിലി ചെയ്തേ പറ്റത്തുള്ളൂ. അവർ ആ സമയത്തും പല ആൾക്കാരും ഇരുന്ന്, അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇരുന്ന് എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല സ്ഥലത്തും അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അശുദ്ധി യന്ത്രത്തെ നന്നായിട്ട് ബാധിക്കും. എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത്? നിങ്ങൾക്ക് സ്വന്തം കൈപ്പടയിൽ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്ന യന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും എഴുതാൻ, പടം വരയ്ക്കാനോ വലിയ കലയോ ഒന്നും വേണമെന്നില്ല. കൃത്യമായിട്ട് എവിടെയെങ്കിലും പോയി പഠിച്ച് കൃത്യമായിട്ട് തകിടുകൾ തയ്യാറാക്കി കൃത്യമായിട്ട് ലോക നന്മയ്ക്കായിട്ട് പ്രയോഗിക്കുക. ചെറിയൊരു അറിവാണ്, ചെറിയൊരു അറിവും ഏതറിവും ചെറുതല്ല, വലുതാണെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.